ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ 5ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നുള്ളത് കാണാത്തവർ അതുകൂടി കണ്ടിട്ട് 5ാമത്തിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. ഇഫ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് x ഈക്വൽ ടു 1, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇവിടെ 1/5, ഇവിടെ എക്സ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ സോൾവ് എന്ന് കൊടുത്താലും എക്സിൻ്റെ വാല്യൂ ആണ് അവിടെ കാണേണ്ടത്. ഈ കണക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെറും 3 സ്റ്റെപ്പിൽ ഇതിന് ആൻസർ ചെയ്യാം. ഇതിൻ്റെ ആൻസർ 3 സ്റ്റെപ്പിലും ചെയ്യാം, അതല്ല ഒരു 1.5-2 പേജിലും ചെയ്യാം. അപ്പം 3 സ്റ്റെപ്പിൽ ആൻസർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ലോങ് ആൻസർ ചെയ്യാൻ പോവുകയാണ്. ലോങ് ചെയ്യുന്നതിന് ഉദ്ദേശം ഒത്തിരി ക്രിയകൾ ഇതിനകത്തുനിന്ന് പഠിക്കാൻ പറ്റും. ഒരുപാട് സ്റ്റെപ്പുകളും അതിൻ്റെ പ്രത്യേകതകളും മറ്റ് കണക്കുകൾക്ക് അത് ഉപകാരപ്പെടുന്നത് കൊണ്ടാണ് ആ ലോങ് രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നത്. വീണ്ടും ശ്രദ്ധിക്കുക, ഇത് 3 സ്റ്റെപ്പിൽ ആൻസർ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോങ്ങിൽ ചെയ്യാൻ പോവുക. ലോങ്ങിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. നമ്മൾ ഈക്വൽ ടു 1 എന്നാണ് ഇവിടെ കിടക്കുന്നത്. നമ്മളിവിടെ LHS എടുക്കുന്നില്ല, RHS എടുക്കുന്നില്ല. ഇത് ഫുള്ള് ചെയ്തുകൊണ്ട് പോവുകയാണ്. കാരണം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ LHS RHS എടുക്കും. പിന്നെ അതിനുമ്പ് സിംപ്ലിഫൈ ആയിരുന്നു. അപ്പോൾ നമ്മൾ എക്സിന് വരെ ട്രിഗണോമെട്രി റേഷ്യോ അപ്ലൈ ചെയ്യുന്ന കണക്കുകളുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇത് ഫുള്ള് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കുമ്പം ഒത്തിരിയും ചില ആൾക്കാർക്ക് ഒന്നും തോന്നില്ല, ചില ആൾക്കാർക്ക് ഒരുപാട് ഐഡിയകൾ തോന്നും. ഇപ്പം ഏത് ഐഡിയ ആയാലും ഒരു കാര്യം, ഏതൊരു പ്രോബ്ലത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം സത്യമാണ്, എത്ര വലിയ പ്രോബ്ലം ആയാലും അത് കണ്ട് പേടിക്കാതിരിക്കുക. നിങ്ങൾ പഠിച്ച റൂള് എവിടെ വേണമെങ്കിലും അത് ശരിയാണെങ്കിൽ അപ്ലൈ ചെയ്താൽ ആ കണക്ക് ആൻസറിലോട്ടേ വരുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു മെത്തേഡിൽ സൈൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് ഒരെണ്ണം പ്ലസ് വേറൊരെണ്ണം, അത് 2 എണ്ണം പ്ലസ് രൂപത്തിലാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചിന്ത വരും, സൈൻ A + B എന്നൊരു ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സൈൻ A + B എന്ന് പറഞ്ഞാൽ സൈൻ A കോസ് B പ്ലസ് കോസ് A സൈൻ B. സൈൻ A, അപ്പോൾ ഇത് എക്ക് പകരം ഇത് വരും, ഈ പാർട്ട്. ബിക്ക് പകരം ഈ പാർട്ടും വരും. അപ്പോൾ സൈൻ A + B, അതിൻ്റെ എക്സ്പാൻഷൻ സൈൻ A. അപ്പം സൈൻ ഇൻവേഴ്സ് 1/5. സൈൻ A കോസ് B, കോസ് ഇൻവേഴ്സ് X. സൈൻ A കോസ് B പ്ലസ് കോസ് A സൈൻ B, കോസ് A സൈൻ ഇൻവേഴ്സ് 1/5. കോസ് A കോസ് B, കോസ് ഇൻവേഴ്സ് X. സൈൻ A + B ഇത്രയും ഭാഗമാണ് ഇങ്ങനെയായിട്ട് മാറിയത്. ഈക്വൽ ടു 1 എന്നുള്ളത് കളയാൻ പാടില്ല. അപ്പം ഇതിൻ്റെ ഫോമുല സൈൻ A + ബിയുടെ ഫോമുല സൈൻ A കോസ് B പ്ലസ് കോസ് A സൈൻ B. സൈൻ A കോസ് B പ്ലസ് കോസ് A സൈൻ B ഈ കണ്ടീഷനിലോട്ടാണ് മാറിയത്. ആ സൈൻ A + ബിയുടെ ഫോമുല എഴുതി ഇതുമായിട്ട് താരതമ്യം. എക്ക് പകരം സൈൻ A + B, എക്ക് പകരം ഇത്രയും, ബിക്ക് പകരം ഇത്രയും. അപ്പോൾ സൈൻ അത്രയും, കോസ് അത്, പിന്നെ കോസ് ആദ്യ പാർട്ട്, അങ്ങനെ വരും. ഇനി ശ്രദ്ധിക്കുമ്പം ഇപ്പം ഇതിന് ഇപ്പം 4 എണ്ണം, നടുക്കൊരു പ്ലസ്, ഒറ്റ നോട്ടത്തിലായാലും സൈൻ ഇൻവേഴ്സ് ക്യാൻസലായിട്ട് അവിടെ 1/5 ആയിട്ട് മാറും. സിമ്പിൾ. ഇൻറ്റു ഇടയ്ക്ക് ഇൻറ്റു ആണ്. കോസും കോസ് ഇൻവേഴ്സും ക്യാൻസലായിട്ട് X പ്ലസ്
കോസ് സൈന് ക്യാൻസൽ ആവില്ല. കോസ് സൈൻ ഇൻവേഴ്സ് 1/5 ഇൻറ്റു സൈൻ കോസ് ഇൻവേഴ്സ് എക്സ്. സൈനും കോസും ക്യാൻസൽ ആവില്ല, ഈക്വൽ ടു 1. അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് സോൾവ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയും സോൾവ് ആവാറുണ്ട്, ഇവിടെയും സോൾവ് ആവാറുണ്ട്. ഇതിൽ വെച്ച് ഇനി ഈ കണക്ക് ഇവിടെ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത് വേറെ എടുത്ത് ചെയ്യണം, ഇതും വേറെ എടുത്ത് ചെയ്ത് ഇവിടെ അപ്ലൈ ചെയ്യുക, അതാ കൂടുതൽ എളുപ്പം. അപ്പം ആദ്യം ഇത് കോസ് സൈൻ അല്ല വരേണ്ടത്, കോസ് കഴിഞ്ഞ് കോസ് തന്നെ വന്നാൽ സോൾവ് ആവും. അപ്പോൾ കോസ് സൈൻ ഇൻവേഴ്സ് 1/5 ഈ കോസ് അങ്ങ് മാറ്റിയിട്ട് സൈന് നമ്മൾ കോസിലോട്ട് മാറ്റണം. അപ്പോൾ ഈക്വൽ ടു എക്സ് എടുക്കണ്ട, എക്സ് ഇവിടെ ഉള്ളത് കൊണ്ട് വൈ ഇങ്ങനെ എടുത്തു. ഈ പാർട്ടാണ് ഇതാണ് നമ്മളെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് മാറുമ്പോൾ സൈൻ വൈ ഈക്വൽ ടു 1/5. സൈൻ വൈ 1/5. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സൈൻ വൈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം 10th മുതൽ പഠിക്കുന്നുണ്ട്, കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഇവിടെ തീറ്റയെന്ന് പരിഗണിച്ചാൽ സൈൻ വൈ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇവിടെ പരിഗണിച്ചാൽ ഇത് ഓപ്പോസിറ്റ്. അപ്പോൾ 1/5 ആകുമ്പോൾ ഇവിടെ 1ഉം ഇവിടെ 5ഉം. അപ്പോൾ തേർഡ് സൈഡ് √5² - 1. അപ്പോൾ ഇവിടെ √5² - 1 ഈക്വൽ ടു √25 - 1 24 ഈക്വൽ ടു √24 6 × 4 4ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം 2 √6. അപ്പോൾ തേർഡ് സൈഡ് ഇവിടെ 2 √6 2√6. അപ്പോൾ സൈൻ വൈ 1/5. അപ്പോൾ തീർച്ചയായിട്ടും ആ സൈൻ വൈയെ കോസ് വൈയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ കോസ് വൈ ഈക്വൽ ടു കോസ് വൈ മീൻസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്. അപ്പം 2√6/5. അപ്പോൾ തിരിച്ച് കോസ് ഇൻവേഴ്സ് എടുത്താൽ 2√6/5 ഈക്വൽ ടു വൈ. വൈ ഈക്വൽ ടു വന്നു കഴിഞ്ഞു. സൈൻ ഇൻവേഴ്സ് 1/5 വൈ എടുത്തത്, ആ വൈക്ക് തന്നെ കോസിലുള്ള വില കിട്ടി. സ്റ്റെപ്പ് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/5 ഈ ഭാഗത്ത് ഈ വാല്യൂ എടുത്തുകൊണ്ട് സൈൻ ഇൻവേഴ്സ് 1/5 പകരമായിട്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. ഇപ്പം ഈ ഭാഗത്ത് കൊടുക്കാൻ വിലയായി, ഇവിടെ കോസ് അവിടെ കൊടുക്കുമ്പം കോസും കോസ് ഇൻവേഴ്സും ക്യാൻസലായിട്ട് ഈ പാർട്ടിൽ ഇവിടെ വരുന്നത് 2√6/5 ആയിരിക്കും. അതുപോലെ തന്നെ ഇതെടുക്കുക, കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു, അപ്പം അവിടെ പിന്നെ 1/5 പോലല്ല, എക്സ് ആണ് അവിടെ കിടക്കുന്നത്. ഈ കോസ് ഇൻവേഴ്സ് എക്സ് നമ്മൾ ഇസഡ് ഇവിടെ വൈ എടുത്തു, അവിടെ ഇസഡ് കൊടുത്തതേ ഉള്ളൂ. അപ്പം കോസ് ഇൻവേഴ്സ് മാറുമ്പം ഇസഡ് ഇവിടെ വരും ഈക്വൽ ടു എക്സ്. കോസ് ഇസഡ് എക്സ് ആണ്. അപ്പോൾ കോസിന് സൈനുമായിട്ട് റിലേഷനുണ്ട്. സൈൻ തീറ്റ വേണമെങ്കിൽ ഓർ സൈൻ വൈ വേണമെങ്കിൽ അല്ലെങ്കിൽ സൈൻ ഇസഡ് വേണമെങ്കിൽ √1 - cos² തീറ്റ. അപ്പോൾ കോസ് സെഡിന് പകരം നമ്മൾ എക്സാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ സൈൻ കോസ് ഇസഡ് ആയതുകൊണ്ട് സൈൻ ഇസഡ് ഈക്വൽ ടു ആ ഫോമിൽ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ √1 - cos² cos² ഇസഡ് അല്ലെങ്കിൽ 1 - x². കോസ് ഇസഡ് എക്സ് ആണ്, അതുകൊണ്ട് സൈൻ ഇസഡ് √1 - x². തിരിച്ചെടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് √1 - x² ഈക്വൽ ടു എടുക്കുമ്പോൾ ഇസഡ്. ഇസഡിൻ്റെ വില ഇവിടെ കിട്ടി. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ അതേ വില ഇവിടെ കിട്ടി. അപ്പോൾ ഈ വില എടുത്ത് കോസ് ഇൻവേഴ്സ് എക്സ് 2 ഇസഡ് ആണ്, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഈ വിലയ്ക്ക് പകരം
ഇത് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സും ക്യാൻസലായിട്ട് റൂട്ട് 1 - x² ആയിട്ട് അവിടെ മാറും. അപ്പോൾ ഇവിടുത്തെ ഈ ട്രിഗണോമെട്രി എല്ലാം മാറിയിട്ട് അല്ലാത്ത ഒരു ഇക്വേഷനായിട്ട് മാറും. ഈ സ്റ്റെപ്പ് നിങ്ങളൊരു പേപ്പറിലോട്ട് എഴുതി വയ്ക്കുക. ബോർഡിൽ സ്ഥലം കുറവുള്ളതുകൊണ്ട് വ്യക്തത കുറയാതിരിക്കാൻ വേണ്ടി ഇത് മായ്ച്ച് കളഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിന് പകരമായിട്ട് ബാക്കി എഴുതുന്നതാണ്. നമ്മൾ തൊട്ട് മുമ്പ് ഈ സൈൻ ഇൻവേഴ്സ് 1/5 പ്രത്യേകം എടുത്ത് സോൾവ് ചെയ്തപ്പോൾ ആ സൈൻ ഇൻവേഴ്സ് 1/5 പകരം കിട്ടിയത് കോസ് ഇൻവേഴ്സ് 2√6/5. അപ്പോൾ അത് ഇവിടെ നമ്മൾ കൊടുക്കുന്നു. 1/5 അല്ലെങ്കിൽ x/5 പ്ലസ് കോസ് ഇതിന് പകരം കിട്ടിയ വാല്യൂ കോസ് ഇൻവേഴ്സ് 2√6/5. അതുപോലെ ഇൻറ്റു ആണേ. അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സ് നമ്മൾ പ്രത്യേകം എടുത്ത് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ സൈൻ ഇൻവേഴ്സ് √1 - x². അപ്പോൾ സൈൻ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ സൈനിലുള്ള വാല്യൂ സൈൻ ഇൻവേഴ്സ് √1 - x² ഈക്വൽ ടു 1. സ്റ്റെപ്പ് സിമ്പിളാവുന്നു. x/5 പ്ലസ് കോസും കോസ് ഇൻവേഴ്സും ക്യാൻസൽ 2√6/5 ഇൻറ്റുവിന് കുത്താടുന്ന ഇൻറ്റു സൈനും സൈൻ ഇൻവേഴ്സും ക്യാൻസൽ ആകുന്നു √1 - x² ഈക്വൽ ടു 1. ഇപ്പോൾ ഒരു സിമ്പിൾ സ്റ്റെപ്പിലേക്കാണ് മാറി. ഇതിനകത്ത് ഒരുപാട് റൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മറ്റ് പല കണക്കിനും ഉപകാരപ്രദമാകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല സിമ്പിൾ 2 സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇതല്ലാണ്ട് ഇൻറ്റു ഒരു ടേമാണ്, ഇത് വേറൊന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരു /5 ഉണ്ട്, ഇവിടെ എല്ലാത്തിനും കൂടെ ഒരു /5 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 5 കൊണ്ട് ഈ 3 ടേമിനെയും ഇൻറ്റു ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ സിമ്പിളാകും. ഇവിടെ 5 കൊണ്ട് ഇൻറ്റു 5 ക്യാൻസലാവും. എക്സ് പ്ലസ് ഇവിടെയും 5 ക്യാൻസലാവും. അപ്പോൾ 2√6 ഇൻറ്റു √1 - x² ഈക്വൽ ടു 5 കൊണ്ട് അവിടെ ഇൻറ്റു ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെ ഒരു 5 വരും. ഇപ്പം പുതിയൊരു സ്റ്റെപ്പിലേക്ക് വന്നു. അപ്പോഴും ഇവിടെ റൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നൽ വരും. അത് കുഴപ്പമില്ല. ഈ റൂട്ട് വരുന്ന പാർട്ട് ഈക്വലിന് അപ്പുറത്തും അല്ലാതെ ടൈം ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ഇത് പ്രശ്നം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ x ഉണ്ട്, +5 ഇപ്പുറത്ത് വന്നാൽ -5 ആയിട്ട് മാറും. അതുപോലെ ഈക്വൽ ടു ഈ ടേം മൊത്തത്തിൽ അപ്പുറം പോകുമ്പം പ്ലസ് അപ്പുറത്ത് മൈനസ് ആവും. -2√6 ഇൻറ്റു √1 - x². ഇപ്പോൾ x - 5 +5 -5 x അവിടെ ഇട്ടിരുന്നു. ഇതിനെ മൊത്തം അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പം അത് പ്ലസ് ഇത്രയും ഒരു പാർട്ടാണത് മൈനസായിട്ട് മാറും. ഇവിടെ ഇൻറ്റു. ഇനി ഇവിടെ റൂട്ടുണ്ട്, രണ്ടിടത്ത് റൂട്ടുണ്ട്, ഇവിടെ റൂട്ട് ഇല്ല. ആ റൂട്ട് മാറിയാൽ ഈസി ആയിട്ട് എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് മാറിയാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. റൂട്ട് മാറാൻ ഒരു പണിയുണ്ട്. ഈക്വൽ ചിഹ്നമാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സ്ക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂട്ട് അങ്ങ് മാറും. സ്ക്വയർ ചെയ്യുമ്പോൾ x - 5 ആയിട്ട് മാറും. ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആയി പോവും. 2² 4, √6ൻ്റെ സ്ക്വയർ 6, റൂട്ട് സ്ക്വയറും ക്യാൻസലാവും. ഇൻറ്റു √1 - x² സ്ക്വയർ 1 - x². സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടെല്ലാം ക്യാൻസലാവും. റൂട്ടില്ലാത്തതിന് ആ സ്ക്വയർ സംഖ്യ വരും. 2² 4, √6ൻ്റെ സ്ക്വയർ 6, റൂട്ട് സ്ക്വയർ ക്യാൻസൽ. √1 - x² സ്ക്വയർ റൂട്ട് സ്ക്വയർ ക്യാൻസലായി 1 - x². ഇനി ഒന്നുകൂടി നമ്മൾ സ്റ്റെപ്പ് റീഅറേഞ്ച് എടുക്കുക. x - 5 എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇത് a - b (2) അപ്പോൾ x² മൈനസ് 2 × 5 × x 10xa പ്ലസ് 25 ഈസ് ഈക്വൽ ടു 6 × 4 24. 24 × 1 - x². ഇവിടെ ഇനി റൂട്ടൊന്നും ഇല്ലാത്തൊരു സ്റ്റെപ്പിലേക്ക് മാറി. പക്ഷേ ഇവിടെ ഒരു ഇൻറ്റു ബ്രാക്കറ്റ് കിടപ്പുണ്ട്, അതുകൂടെ മാറ്റുക. x² മൈനസ് 10xa പ്ലസ് 25 ഈസ് ഈക്വൽ ടു 24 × 1 24. ഇവിടെ മൈനസ് 24 × x², 24x². വീണ്ടും ഇപ്പോൾ ഒരു
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ലക്ഷണത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് +1 വിശദമായിട്ട് 10th പഠിച്ചതാണ്. റീഅറേഞ്ചിങ് എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ എസ് സ്ക്വയർ ഇവിടെ അങ്ങ് എസ് സ്ക്വയർ ഇല്ല, അപ്പുറത്തൊരു -24x² ഈക്വലിൻ്റെ അപ്പുറത്ത് അത് ഇപ്പുറത്ത് വരുമ്പം +24 എക്സ് സ്ക്വയർ ആയിട്ട് മാറും. എസ് സ്ക്വയറിൻ്റെ ഭാഗം തീർന്നു. -10x ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ നോക്കിയാൽ എക്സിൻ്റെ ഭാഗമില്ല, അവിടെ മതി. +25 ഇവിടെ ഉണ്ട്. അപ്പം ഈക്വലിന് അപ്പുറത്ത് +24 ഇപ്പുറത്ത് വരുമ്പം -24 ആയിട്ട് മാറും. ഈക്വൽ ടു അവിടെ ഈക്വൽ കഴിഞ്ഞ് ഒന്നുമില്ല, 0. എസ് സ്ക്വയർ +24 എസ് സ്ക്വയർ 25 എസ് സ്ക്വയർ, ഒരു എസ് സ്ക്വയർ 24 എസ് സ്ക്വയർ. -10x +25 -24 അപ്പോൾ +1 ഈക്വൽ ടു 0. ഇപ്പം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്ന് ബാക്കി സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, എങ്കിൽ തന്നെ നമുക്കത് ചെയ്ത് ഫിനിഷ് ചെയ്യാം. കാരണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നാൽ ആദ്യം ഡിസ്ക്രിമിനൻ്റ് d = b² - 4ac കാണണം. d = സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ a = 25, b = -10, c = 1. അപ്പോൾ d = b² - 4ac = b² -10ൻ്റെ സ്ക്വയർ 100 -4ac 4 × a 25 × c 1. അപ്പോൾ 100 - 4 × 25 100, 100 - 100 0. ഇത് b² - 4ac ഡിസ്ക്രിമിനൻ്റ് ആണ്, അത് 0 കിട്ടിയാൽ എക്സിന് 1 വാല്യൂ. അപ്പോൾ b² - 4ac കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത് നമ്മൾ ഈ പേജിൽ അങ്ങ് ഒതുക്കാം. അപ്പോൾ എക്സിൻ്റെ വില കാണാൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓർ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ഈസ് ഈക്വൽ ടു -b ± √b² - 4ac / 2a ഈസ് ഈക്വൽ ടു മൈനസ് അപ്ലൈ ചെയ്തു ബിക്ക് പകരം. ബി എന്ന് വെച്ചാൽ -10, ഇത് എ, ഇത് ബി, ഈ പാർട്ട് സി. അപ്പം -10 ബിയുടെ വാല്യൂ മൈനസ് +or - റൂട്ട് b² - 4ac ആണ് റൂട്ടിനകത്ത് കിടക്കുന്നത്, അത് 0 കിട്ടി. അപ്പോൾ അതിനകത്ത് 0 / 2a 2 × a 25, a 25 ആണ്. അപ്പം 25 ഈക്വൽ ടു -+ ആവും. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ +or - √0 ക്യാൻസൽ, √0. അപ്പോൾ 10/2 × 25 50 ഈക്വൽ ടു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഥവാ 2/25. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് 1/5. 10-നകത്ത് 10 ഒരു പ്രാവശ്യം, 50-കകത്ത് 10 5 പ്രാവശ്യം. ഈസ് ദ കറക്റ്റ് ആൻസർ. എക്സ് ഈക്വൽ ടു ലാസ്റ്റ് എക്സ് ഈക്വൽ ടു 1/5. എക്സ് ഈക്വൽ ടു 1/5. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് ചോദിച്ചു. ഇത്രയും നീണ്ട സ്റ്റെപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് പഠിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഒത്തിരി കണക്കുകൾക്ക് ഇത് ഗുണം ചെയ്യുന്നതാണ്. ഇനി ഇതിനകത്തൊരു എളുപ്പവഴി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പറ്റിയില്ലെങ്കിൽ കമൻ്റായിട്ട് ഇടുക, ചെയ്തു തരാം. എങ്കിലും ഒരു ഹിൻ്റ് തരാം. ഈ സൈൻ ഇതിനെ ഇവിടെ ഇട്ടുകൊണ്ട് ഈ സൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് ആയിട്ട് മാറും. അത് ഇൻവേഴ്സിൻ്റെ റൂളാണ്. ഈ സൈനെ അവിടെ കൊണ്ടുപോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1 ആവും. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2 ആണ്. സൈൻ π/2 ആണ്, അതായത് സൈൻ 90 ആണ് 1. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്ന് വെച്ചാൽ π/2. അപ്പം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ് π/2 ഫോർമുലയുണ്ട്. അപ്പോൾ പിന്നെ സൈൻ ഇൻവേഴ്സ് 1/5 വന്നാൽ കോസ് ഇൻവേഴ്സ് 1/5 വന്നാൽ π/2. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ്, ഇവിടെ ഈ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ അവിടെ π/2. അപ്പോൾ π/2 ഇവിടെ വരണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഇവിടെ വരുന്നത്, കോസ് ഇൻവേഴ്സ് എക്സ് ഇവിടെ വരുന്നത് തന്നെ ഇവിടെ വന്നാലേ ഈ പിന്നെ ഫോർമുലയുടെ രൂപത്തിലാവുള്ളൂ. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഇവിടെ π/2 ആകുമ്പോൾ ഇതപ്പുറത്ത് പോകുമ്പോൾ π/2 ആകുമ്പോൾ ഇവിടെ 1/5 വന്നാൽ ഇവിടെ എക്സിൻ്റെ വില 1/5. 3 സ്റ്റെപ്പിൻ്റെ ആൻസർ ഇത്രയും സ്റ്റെപ്പിൽ കൂടെ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് പഠിക്കാം.